കുട്ടി കിടന്നോളൂ. എഴുന്നേക്കാൻ പാടില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. അല്ല, ഞാനിത് എവിടെയാ? എന്നെ ആരും ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ദേ ഇയാളാ. അമ്മോ, ക്ഷേത്രത്തിനകത്ത് വെച്ച് തലചുറ്റി വീണത് മറന്നോ? അപ്പൊ തന്നെ ഞാൻ അമ്മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് പോണം. കുട്ടി എന്തായി കാണിക്കുന്നത്? ശരീരം അനങ്ങരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടോ? അമ്മോ, അവർ പറയുന്നത് അനുസരിക്കേ. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എന്നെ ഇവിടെ ആരും തടയാൻ നിൽക്കണ്ട. ഒന്ന് കിടക്ക് പ്ലീസ്. ഡോക്ടർ, പേഷ്യന്റ് പോണോന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുക. പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ആദ്യം പേഷ്യന്റിനെ പിടിച്ച് കിടത്തു. കുട്ടി കിടക്ക്. ഇല്ല, കിടക്ക്. വിടാനില്ല നിങ്ങളോട് പറഞ്ഞ. അമ്മോ, എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? ഡോക്ടർ പറയുന്നൊന്ന് കേക്ക്. ആര് പറയുന്നത് കേട്ടിരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഞാനൊരു സ്ഥലത്ത് പോകാൻ ഇറങ്ങിയതാ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? ശരി, വിട്ടേക്കാം. ആദ്യം ഒന്ന് റിലാക്സ് ആവൂ. ഡോക്ടർ, എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യോ? എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അതിനെന്താ, ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ. ലക്ഷ്മിക്ക് തലചുറ്റൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? നിങ്ങളുടെ അറിവിൽ ആദ്യം ഉണ്ടായതാണോ? എനിക്കറിയില്ല ഡോക്ടർ. ലക്ഷ്മിയുമായി പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക്. ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്യില്ലെന്ന് കരുതി പറയാതിരിക്കണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പോകാം. എങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്റെ ചോദ്യത്തിന് മറുപടി തരണം. ടെൻഷൻ ഉണ്ടാവുമ്പോൾ തലചുറ്റൽ വരുന്നതാകാം. എങ്കിലും ലക്ഷ്മിക്ക് ഇത് എത്രാമത്തെ തവണയാ തലകറക്കം വരുന്നത്? മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ പറ. ഇപ്പൊ ട്രീറ്റ്മെന്റിനൊന്നും നിൽക്കണ്ട. തുടർച്ചയായി വരുന്നുണ്ടെങ്കിൽ പിന്നീട് എന്നെ വന്ന് കണ്ടാ മതി. ഇപ്പൊ പൊയ്ക്കൊള്ളാൻ പറഞ്ഞതല്ലേ. മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ബോധം തിരിച്ചു വരുമ്പോ തലവേദന അനുഭവപ്പെടാറുണ്ടോ? ശിരസ് പൊട്ടിപ്പിളരുന്നത് പോലെയുള്ള പെയിൻ? എനിക്ക് പോണം. എന്നെ ഒന്ന് വിട്. എവിടേക്കാ ഇത്ര തിടുക്കം കാട്ടി പോകുന്നത്? ഞാനൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതാ. മുഹൂർത്തത്തിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. ശരി, ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്യാം. ആ ഫയലിംഗ് എടുത്തോളൂ. ഡിസ്ചാർജ് ചെയ്തേക്കും. നിങ്ങളൊന്ന് വരൂ. പേഷ്യന്റ് ആരാ നിങ്ങൾ? ഞാനവരുടെ ഫാമിലി ഫ്രണ്ടാ. നിങ്ങൾ അവളുടെ ബന്ധുക്കളോട് ഗൗരവമായി ഈ വിഷയം സംസാരിക്കണം. അടിക്കടി തലചുറ്റി വീഴുന്നത് നിസ്സാരമായി കണ്ടുകളയരുത്. എത്രയും വേഗം ഒരു MRI സ്കാൻ എടുക്കേണ്ടതുണ്ട്. അതിനുപേക്ഷ വിചാരിക്കരുത്. ഞാൻ അവരുടെ റിലേറ്റീവ്സിനോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കാം. ഈ വിഷയം ലാഘവത്തോടെ തള്ളിക്കളഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതവരോട് പറഞ്ഞേക്ക്.